ഹായ്. ഇനി നമ്മൾ ക്ലാസ് തുടങ്ങണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം, ടീച്ചർ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്തൊക്കെ മേടിച്ച് വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് സാധാ A4 ഷീറ്റ് ആയാലും മതി, അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ബുക്ക്, പറ്റണമെങ്കിൽ ഒരു ഡ്രോയിങ് ബുക്ക് മേടിക്കുക. HB പെൻസിൽ മതി, പക്ഷേ പറ്റുകയാണെങ്കിൽ ഒരു സെറ്റ് ഉണ്ട് ആർട്ടിസ്റ്റുകളുടെ H മുതൽ 12B വരെയോ അല്ലെങ്കിൽ 6B വരെയോ ഉള്ള ഒരു സെറ്റ് ഉണ്ട്, ഒരു 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. അത് മേടിച്ചാലും മതി. പെൻസില്, പിന്നെ ഇറേസറും ഷാർപ്പനറും, ഇത്രയും മതി നമുക്ക് കേട്ടോ. നമുക്കിപ്പോൾ പഠിക്കാൻ ഏകദേശം ഇത്ര മതി. HB പെൻസിൽ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് അതും വിഷമിക്കേണ്ട, അതുകൊണ്ട് പഠിക്കാൻ നമുക്ക്. നമ്മൾ ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ആദ്യം തന്നെ അത് എങ്ങനെയാണ് സ്കെച്ച് ചെയ്യുക, എന്തെങ്കിലും ചെറിയ ചെറിയ ഷെയ്ഡിങ് എങ്ങനെ കൊടുക്കുക, ആ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി. അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ പറഞ്ഞിട്ട് ഒരു ഡ്രോയിങ് ബുക്ക് മേടിക്കുക, പെൻസിൽ, ഇറേസർ, ഷാർപ്പനർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി പ്രധാനമായിട്ടും എങ്ങനെയാണ് നമ്മുടെ 3 തരത്തിൽ ഡ്രോയിങ്സ് ഉണ്ട്. ഒന്ന് പോർട്രേറ്റ്, ഒന്ന് ലാൻഡ്സ്കേപ്പ്, 3 സ്റ്റിൽ ഡ്രോയിങ്, സ്റ്റിൽ ലൈഫ്. അപ്പോൾ എന്താണ് പോർട്രേറ്റ്? പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ കുറേ പേര് മുഖം, മനുഷ്യന്മാരുടെ മുഖം, ഇപ്പം സിനിമാ നടികളുടെ മുഖം, സിനിമാ നടന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ മുഖം മാത്രം വരയ്ക്കണേനാണ് പോർട്രേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ പല ഇതിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഓരോരുത്തരും മുഖം വരച്ചിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യണതൊക്കെ, സിനിമാ നടികളുടെയൊക്കെ മുഖം നല്ല ഭംഗിയിൽ വരച്ച്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അതേപോലെ ഒന്ന് വരച്ചിരുന്നെങ്കിൽ ഇതൊക്കെ. അപ്പോൾ അതാണ് പോർട്രേറ്റ് സ്കെച്ചിങ് എന്ന് പറഞ്ഞാൽ. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതി ദൃശ്യങ്ങൾ നമ്മൾ ഭംഗിയിൽ വരയ്ക്കുക, അതാണ് ലാൻഡ്സ്കേപ്പ്. സ്റ്റിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഒബ്ജക്റ്റുകൾ നമ്മൾ നോക്കി വരയ്ക്കുകയോ അങ്ങനെ ചെയ്യുന്നതിനാണ് സ്റ്റിൽ ലൈഫ് എന്ന് പറയാം. അതായത് നമ്മുടെ വീട്ടിലെ ഫ്ലവർ വേസോ പാത്രമോ അല്ലെങ്കിൽ എന്താ പറയുക പേനയോ മേശയോ എന്ത് വേണമെങ്കിലും ആവാം സ്റ്റിൽ ലൈഫ്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള പെയിൻറ്റിങ് അല്ല ഡ്രോയിങ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ചെറിയ ഡ്രോയിങ്ങുകൾ, കുഞ്ഞു ഡ്രോയിങ്ങുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പോർട്രേറ്റിലേക്കൊന്നും നമ്മളിപ്പോൾ കിടക്കുന്നില്ല, ഒത്തിരി കുറച്ചും കൂടെ അഡ്വാൻസ് മേഖലയാണത്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഫ്രീ ഹാൻഡായിട്ട് ചെറിയ ഒബ്ജക്ട്സ് വരയ്ക്കുക, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്.